ഭാഷയിൽ തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ 112ാമത്തെ ഒരു വെബിനാറാണ് നടക്കുന്നത്. തീർച്ചയായും എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നിങ്ങൾ പാർട്ടിസിപ്പൻസ് തന്നെയാണ് ഈ ഒരു വെബിനാറിന്റെ വിജയ രഹസ്യമെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലതയോടെയും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ഈ വെബിനാറിലോട്ട് ഇനിയും വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ വെബിനാറിലോട്ട് കടക്കാം. ഇന്ന് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ സെക്രട്ടറി സാറായ സൈജു സാറിനെ ഞാൻ ക്ഷണിച്ചോളുന്നു. ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് നമുക്ക് വെബിനാറിന്റെ 112ാമത്തെ സെക്ഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഉറവിന്റെ തീരത്ത് സായാഹ്നത്തിൽ കൂടാൻ തുടങ്ങിയിട്ട് 112ാമത്തെ വെബിനാറാണ്. ഇന്ന് നമുക്ക് വളരെ പ്രഗത്ഭയായിട്ടുള്ള ഷീജ വിജയൻ മാഡത്തിനെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. മാഡം ഇന്ന് എടുക്കാൻ പോകുന്നത് ദ ആർട്ട് ഓഫ് ഹ്യൂമൻ കണക്ഷൻ കിൻസുഗി എന്ന വിഷയവുമായിട്ടാണ്. ഇന്ന് എന്റെ കർത്തവ്യം എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ജോൺ ബേബി സാറാണ്. ജോൺ ബേബി സാറിനെ എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായി സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. ഇന്ന് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു റിസോഴ്സ് പേഴ്സൺ. നമുക്ക് ഇന്ന് നമ്മുടെ കാണുന്ന നമ്മുടെ ഉറവിന്റെ നമ്മുടെ KCTUവിന്റെ വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയും നമ്മുടെ കൂടെ ആയിരുന്ന ഇരുന്നിട്ടുള്ള ഒരു വജ്രം എന്ന് തന്നെ പറയാം. നമുക്ക് പോൾ പടയാട്ടി സാറാണ്. സാറ് നമുക്ക് വേണ്ടിയിട്ട് ഷീജ വിജയ മാഡത്തിനെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തും. സാറിനെ എല്ലാവരുടെയും പേരിൽ മനസ്സ് നിറഞ്ഞുകൊണ്ട് സാറിനെ സന്തോഷത്തോടെ തന്നെ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പുഞ്ചിരി തൂകി നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഷീജ വിജയൻ മാഡമാണ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. നമുക്ക് കൂടുതൽ അറിയാം. ഇന്നത്തെ വിഷയം ദ ആർട്ട് ഓഫ് ഹ്യൂമൻ കണക്ഷൻ, ദ കിൻസുഗി എന്ന വിഷയവുമായിട്ടാണ് മാഡം എത്തിയിരിക്കുന്നത്. മാഡത്തിന്റെ ക്ലാസ് ഇതിനു മുമ്പ് കേട്ട ഒരുപാട് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. മാഡത്തിനെ നമുക്ക് ശ്രവിക്കാം. മാഡത്തിന് എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായ ഒരു പൂച്ചെണ്ട് നൽകിക്കൊണ്ട് മാഡത്തിന് സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ MC ജയശ്രീ മാഡമാണ്. മാഡത്തിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ജയശ്രീ മാഡം, വെൽക്കം. പിന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ഇതിന് മാറ്റുകൂട്ടുന്ന ഒരുപാട് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് അവരുടെ എല്ലാവരും പേര് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ തഹസീൻ മാഡം ഉണ്ട്, VK പ്രസാദ് സാറുണ്ട്, നമ്മുടെ ഡോക്ടർ PV ജോസഫ് സാറുണ്ട്. അങ്ങനെ നമ്മുടെ പവിഴങ്ങളായിട്ടുള്ള നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൈപിടിച്ച് നടത്തുന്ന എല്ലാവരെയും, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇന്നത്തെ യോഗം ചേർന്ന് നമ്മുടെ കൂടെ അനുഭവം രേഖപ്പെടുത്തുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഓവർ ടു ജയശ്രീ മാഡം. താങ്ക് യു സൈജു സാർ. എന്നും നമ്മുടെ കേരള KCTUവിനെ വളരെ ഊർജ്ജസ്വലതയോടുകൂടെ നയിക്കുന്ന ഒരാളാണ് നമ്മുടെ ജോൺ ബേബി സാർ. നമ്മുടെ എറണാകുളം ലിങ്കിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ജോൺ ബേബി സാറിനെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ജയശ്രീ മാഡം. റെസ്പെക്ടഡ് സെക്രട്ടറി Saiju, Paul Padayati sir, and our godfather, our all in all, Dr. PV Joseph sir, Tahseen madam, Prasad sir, Jayashree, our MC, and all other dignitaries. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ. ഇന്ന് നമ്മുടെ സ്പീക്കറായി വന്നിരിക്കുന്ന ഷീജ വിജയൻ, അതും ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ, നമുക്ക് എടുക്കാൻ പോകുന്നത് ആ സബ്ജക്റ്റ് തന്നെയാണ്, ആർട്ട് ഓഫ് ഹ്യൂമൻ കണക്ഷൻ കിൻസുഗി. കിൻസുഗി ഞാൻ ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ മനസ്സിലാക്കിയത് ഉടഞ്ഞുപോയ പ്രോസ്ലിൻ പാത്രങ്ങൾ വീണ്ടും സ്റ്റിക്ക് ചെയ്ത്
മനോഹരമായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ജപ്പാനിൽ അതൊരു വലിയ കൾച്ചറാണ്. അതൊരു വലിയ ഹോബിയും വലിയൊരു കൾച്ചറും വലിയൊരു ആർട്ടുമാണ്. ജപ്പാനിൽ പോയിട്ടുള്ളവർ കാണാൻ പ്രത്യേകിച്ച്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊട്ടിപ്പോകുന്ന റിലേഷൻഷിപ്പ് പലപ്പോഴും നമുക്ക് മെൻഡ് ചെയ്യാനും കൂട്ടിച്ചേർക്കുവാനും കൂട്ടിക്കൊണ്ടുപോകാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മുടെ വർദ്ധിച്ചു വരുന്ന ഡൈവോഴ്സുകളുടെയും വർദ്ധിച്ചു വരുന്ന സ്ത്രീപീഡന കേസുകളുടെയും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയുടെ നമ്പറുകളും അതുപോലെ വർദ്ധിച്ചു വരുന്ന സിംഗിൾ പേരൻസും എല്ലാം ഈ കണക്ഷൻ, ഹ്യൂമൻ കണക്ഷന്റെ ഫെയിലിയറാണ്. അതുകൊണ്ട് ഈ വളരെ വളരെ അപ്രോപ്രിയേറ്റ് സബ്ജക്റ്റാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കർ ശ്രീജ വിജയൻ നമുക്ക് തരുവാൻ പോകുന്നത്. I am confident it will be useful each one of us who are attending this webinar and also who will be viewing the video subsequently. Thank you very much to Srija Vijayan for agreeing to take this wonderful subject. And also, I thank you, each one of you present here. Thank you all. Over to Jayashree Madam, MC. താങ്ക് യു സർ. തികച്ചും സാറ് പറഞ്ഞ ഓരോ വാക്കുകളും വളരെ പ്രസക്തമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കുടുംബങ്ങളിലും സമൂഹത്തിലും എല്ലാം തന്നെ വേറിട്ട് പോകുന്നു കണക്ഷൻസ്. അപ്പൊ അതെങ്ങനെയൊക്കെ നമുക്കത് ചേർത്തിയെടുക്കാം എന്നുള്ളതാണെന്ന് തോന്നുന്നു മാമിന്റെ ക്ലാസ്. എന്തായാലും മാമിന്റെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ ട്രഷറായ പോൾ പടയാട്ടി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കാമോ? ഇന്ന് ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും കൂടി ആണ് ഒരു ഗുഡ് ഈവനിങ് ഞാൻ പറയുന്നത്. കാരണം നമ്മള് ഇന്ന് ഇവിടെ ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും സൗഭാഗ്യവാന്മാരാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും പ്രഗത്ഭയായ ഒരു ഫാക്കൽറ്റിനെയാണ് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിട്ടിയത്. നിങ്ങൾക്കെല്ലാം കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ് ഈ കിൻസുയി എന്നുള്ളത്. എന്നിരുന്നാൽ പോലും പ്രാക്ടീസിങ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ബാംഗ്ലൂർ നല്ല പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിത്വം, ഒരു കുടുംബിനി, അതുപോലെ 2 മക്കള്, അവരെ സ്കൂളിൽ വിട്ടിട്ടാണ് ഈ മനുഷ്യരുടെ എല്ലാം ബന്ധങ്ങളെ വിളക്കി ചേർക്കാനായിട്ട് കൂടുന്നത്. അപ്പോൾ ആ വ്യക്തിത്വത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് ആർട്ട് ഓഫ് ഹ്യൂമൻ കണക്ഷൻസ്, കിൻസുയി എന്താണെന്ന് കേൾക്കാം. എല്ലാവരും മാഡത്തിനെ കുറിച്ച് പലതും പറഞ്ഞു. എനിക്ക് കുറെ ഒരു റൈറ്റപ്പ് എൻ്റെ കയ്യിൽ ഉണ്ട് താനും. പക്ഷെ അത് വായിക്കുക എന്നുള്ളത് കടമ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. ഏതായാലും നമുക്ക് ശ്രീജ വിജയന്റെ ഇന്ന് എന്താണ് കേൾക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ശ്രദ്ധിച്ചിരിക്കാം. നൗ ഇറ്റ് ഈസ് യുവർ ടേൺ ശ്രീജ. ജയശ്രീ ശ്രീജനെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. അല്ല, മൈക്ക് കൊടുക്കും. താങ്ക് യു സർ. ശരിക്കും ഉറവിന്റെ ഓരോ വെബിനാറിലും നമുക്ക് ഒരുപാട് നല്ല വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ എപ്പോഴും തന്നെ വരാറുള്ളത്. ഇന്ന് ശ്രീജ മാം വന്നെത്തിയിരിക്കുന്നത് കണക്ഷൻസിനെ പറ്റിയുള്ളതാണ്. അപ്പൊ എന്തായാലും കുറെയൊക്കെ നമുക്ക് ഈ ഒരു വെബിനാറിൽ കൂടെയും ലഭിക്കുമെന്ന് വിചാരിക്കുന്നു മാം. അപ്പൊ മാമിന്റെ വിലയേറിയ വാക്കുകൾക്കായിട്ട് മാമിനെ അത് കേൾക്കാനായിട്ടുള്ളവരെയും മാമിനെയും ഈ പ്ലാറ്റ്ഫോമിലോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നൗ ഓവർ ടു യു മാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഉറവിന് ഒരുപാട് നന്ദി. എനിക്ക് നിങ്ങളെ പോലെ എപ്പോഴും ഞാൻ ഉറവിന്റെ പ്രോഗ്രാം എനിക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാംസ് ആണ് ഉണ്ടാവാറ്.
അപ്പൊ അതിൽ എനിക്കൊരു ഗസ്റ്റ് സ്പീക്കറായിട്ട് ഒരു ചാൻസ് കിട്ടിയതിന് എല്ലാവർക്കും ജോസഫ് സാറിനും ബാക്കി പോൾ സാറിനും ഭാരവാഹികളായ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. അതിലുപരി ഇന്ന് ഇപ്പോ 7 മണിക്ക് എന്നെ ശ്രവിക്കാൻ വേണ്ടി ഇവിടെ വന്ന എല്ലാവർക്കും വൺസ് അഗെയിൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോ ഇന്ന് ഞാൻ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ പോണേ വളരെ നല്ല ഇൻട്രൊഡക്ഷൻ നിങ്ങളൊക്കെ തന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം അത് ആർട്ട് ഓഫ് ഹ്യൂമൻ കണക്ഷൻ, അതായത് കിൻസുഗി. കിൻസുഗി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ അജണ്ട ഞാൻ സെറ്റ് ചെയ്തത് എന്താന്ന് വെച്ചാല് കിൻസുഗി എന്നുള്ള ആ ഒരു പ്രത്യേക ജാപ്പനീസ് കോൺസെപ്റ്റ് എന്താണ്, നമ്മുടെ ഒരു ഹ്യൂമൻ കണക്ഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം ആസ് എ തിയറി, അങ്ങനെ നമുക്ക് എങ്ങനെയാണ് പഠിക്കാം. പിന്നെ എക്സ്പ്ലോറിംഗ് ദ റിയൽ ചാലഞ്ചസ് ഇൻ ഹ്യൂമൻ കണക്ഷൻ ഇൻ മോഡേൺ വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇന്നിപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടും കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും എപ്പോഴും ഒരു ലോൺലിനെസ്, എനിക്ക് ആരും ഇല്ല പറയാൻ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്താഗതിയാണ്. അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഈ ക്ലാസ് കഴിയുമ്പോൾ. പിന്നെ മെഷേഴ്സ് ആൻഡ് ആക്ഷൻ സ്റ്റെപ്സ് ടു റീബൗണ്ട് ദ സ്കാർസ് ഇൻ ദ കണക്ഷൻ. അപ്പോൾ ഓരോ നല്ല കണക്ഷനുകളിലും ഓരോ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ വിള്ളലുകളിനെ എങ്ങനെ റിപ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പൊ എന്നേക്കാൾ കൂടുതൽ ഇത് നമുക്കൊരു ഡിസ്കഷൻ ആണ്. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കും, നിങ്ങളുടെ ഒക്കെ ഷെയറിങ്സ് വളരെ വാല്യുബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജാപ്പനീസ് ആർട്ട്. ഇത് ശരിക്കും ഒരു ജാപ്പനീസ് ആർട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ എല്ലാവരും ഇൻവോൾവ് ആയിട്ട് പറയൂ കേട്ടോ, എന്നാലല്ലേ ഇതൊരു ഡിസ്കഷൻ ആവുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവരും ഒന്നും കാണാൻ പറ്റുന്നില്ല, എന്നാലും ഒന്ന് എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഒരു സെറാമിക്കിന്റെ ഒരു പ്ലേറ്റോ എന്തെങ്കിലും പൊട്ടിപ്പോയാൽ നമ്മൾ അത് എന്താ ചെയ്യാറ്? ഡിസ്പോസ് ചെയ്യും, അപ്പൊ തന്നെ ഡിസ്പോസ് ചെയ്യും. അതെ, അപ്പൊ തന്നെ ഡിസ്പോസ് ചെയ്യും. ഞാനത് ഒട്ടിച്ച് കഴിയുമെങ്കിൽ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യണ പോലെ വെച്ചുകൊണ്ടിരിക്കും. വെരി ഗുഡ് സർ. ഒരുപാട് ചൈന വേഴ്സ് അതുപോലെ അങ്ങനെ ഓക്കെ, ഞാനും അതെ. ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചതിന്റെ ശേഷം സത്യം പറയാന്ന് വെച്ചാൽ അതിനെ എന്തെങ്കിലും ഒന്ന് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തിട്ട് ഇതൊന്നും അറിയണതിന് മുമ്പ് ചെയ്യാറുന്ന കാര്യമാണ്. അതെ ഒരു സാധനം താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലറിയാം അയ്യോ പൊട്ടിപ്പോയല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പൊ അതിനെ അപ്പൊ തന്നെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നേരെ എടുത്ത് കയ്യിലുള്ള പശകളും സാധനങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ച് നേരാക്കി കഴിയുമ്പോൾ ഒരു ആശ്വാസം. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു കപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഭാഗം എങ്ങനെയെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഉരച്ച് റെഡിയാക്കി അത് ചുറ്റി അതിനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പെൻ സ്റ്റാൻഡ് ആക്കി മാറ്റും. അങ്ങനെ അത് റീയൂസ് ചെയ്യും. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മളുടെ കണക്ഷൻസും. ഇന്നിപ്പോ സാർ മെൻഷൻ ചെയ്ത പോലെ, ജോൺ സാർ മെൻഷൻ ചെയ്ത മാതിരി നമ്മൾ ഒരുപാട് ഇപ്പോ ഡിവേഴ്സുകൾ കൂടുന്നു. കാരണം ഇപ്പോ ഒരു ചെറിയ ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരത് എങ്ങനെ യോജിപ്പിക്കാന്നല്ല ശ്രമിക്കുന്നത്, പെട്ടെന്ന് അവരെ എടുത്ത് മാറ്റി കളയാണ്. സെയിം നമ്മളൊരു ഡിഷ് എന്ത് ചെയ്യണോ അതുപോലെ തന്നെയാണ് ഇപ്പോ റിലേഷൻഷിപ്പിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നോട്ട് ഈവൺ കപ്പിൾ റിലേഷൻഷിപ്പ്, എല്ലാ റിലേഷൻഷിപ്പിലും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ലേഡിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒരു ക്ലൂ തരാം, അത് അവിടെ ഉണ്ട്. ഷീസ് എ ഡാൻസർ, ക്ലാസിക്കൽ ഡാൻസർ. വിക്രം സാറാബ് അല്ല, മലയാളിയാണ്. കാല് മുറിഞ്ഞിട്ടുള്ള സുധാചന്ദ്രൻ. ആരാണ്? സുധാചന്ദ്രൻ. വന്ദന. കൺഗ്രാജുലേഷൻ സുധാചന്ദ്രൻ. ഓക്കെ, അപ്പം ഇതിൽ കണ്ടോ, ഇതിൽ അവരുടെ, ഞാൻ വേണമെന്ന് വെച്ചാൽ ഇന്റൻഷനലി ഈ ഒരു പിക്ചർ വെച്ചത്, അവരുടെ ഈ കാല് വെപ്പ് കാലാണ് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? അപ്പം ആക്ച്വലി നമുക്ക് ഒരു ഡാൻസറിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മളെ പോലെ ഒരു സ്പീക്കറിനെ അല്ലെങ്കിൽ ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെയാണ് ഒരു ഡാൻസറിനെ സംബന്ധിച്ചിടത്തോളം കാല് എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നമുക്കാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്പൊ പാട്ട് പാടും അല്ലെ, എന്തൊരു വിധി ഇത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ പാടും. പക്ഷെ ഇവര് ചെയ്തത് അതല്ല. ഇവരൊരു ലെജൻഡറി ക്ലാസിക്കൽ ഡാൻസർ ആണ്. അവര് അതിന് തിരിച്ചു വന്നു, റീബൗൺസ് ചെയ്ത് വന്നു. അതാണ് അവരുടെ റെസിലിയൻസ്. അപ്പം ഇൻ ലൈഫ് വി ഓൾ ഹാവ് സം സോർട്ട് ഓഫ് ബ്രേക്കപ്പ്, സം സോർട്ട് ഓഫ് പ്രോബ്ലം സംവെയർ ഇൻ അവർ ലൈഫ്.
ബട്ട് വാട്ട് ഇഫ് ദ ക്രാക്ക് ഇസ് നോട്ട് ദ എൻഡ് ബട്ട് ദ ബിഗിനിങ് ഓഫ് ദ ബ്യൂട്ടി? ഇവരുടെ കാര്യത്തിൽ അതൊരു ഉദാഹരണമാണ്, ഉത്തമ ഉദാഹരണമാണ്. കാരണം എന്താന്ന് വെച്ചാല് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിട്ട് അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇനി എനിക്ക് ഒരിക്കലും ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയെന്ന് ഇവര് ഈ ഒരു കാല് അത് എത്ര എക്സ്പോസ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യാൻ അവർക്ക് മടിയില്ല. ആ ഒരു കാലാണെങ്കിൽ ഒരു റിയൽ കാലിന്റെ അതേ സ്ട്രെങ്ത്തിൽ അവരുടെ വിൽ പവറിന് അവര് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോ അത് തന്നെയാണ് ഈ ജാപ്പനീസ് ഫിലോസഫിയുടെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഒരു പിക്ചറാണ്. അപ്പോ ഇവര് മെയിൻ ആയിട്ട് പറയണത് എന്താന്ന്, ഇവരുടെ ഒരു ആർട്ടിൽ ഇവര് ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഈ പൊട്ടിപ്പോയ ഈ കഷ്ണങ്ങളൊക്കെ അവര് ഏറ്റവും വില കൂടിയ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇങ്ങനത്തെ കാര്യങ്ങൾ, എസ്പെഷ്യലി ഗോൾഡ് ആണ് യൂസ് ചെയ്യുക. അത് വെച്ചിട്ടാണ് അവരത് ഒട്ടിച്ചുണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു നല്ല ഒരു പ്രത്യേക തരം ഇതുവരെ കാണാത്ത ഒരു ഷോ പീസ് ആക്കി മാറ്റും. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഗോൾഡും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും ഒരു പൊട്ടിയ കഷ്ണത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കൂടാണോ കുറയാണോ ചെയ്യുക? വാല്യൂ കൂടുന്നു. അത്രയും വില പിടിപ്പുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇവര് പറഞ്ഞു തരുന്ന ഈ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പിലും ഇത്തരം വിള്ളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് അതിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അതിനെ റിപ്പയർ ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി ആ ബോണ്ടിനെ ഒന്ന് നന്നാക്കി മുമ്പിലേക്ക് ജീവിക്കാൻ ഉള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോ ഇതില് ഈ ഒരു പ്രത്യേകത, യു ആർ നോട്ട് ലോസ്റ്റ്, യു ആർ സിംപ്ലി ബീങ് റീഷേപ്ഡ് ഇൻ ടു എ ന്യൂ കൈൻഡ് ഓഫ് മാസ്റ്റർ പീസ്, വൺ ദാറ്റ് ഓൺലി യു ക്യാൻ ബിക്കം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവാൻ കഴിയുന്ന ഒരു റെയർ മാസ്റ്റർ പീസ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ തരത്തിലുള്ള ക്രാക്കുകളിൽ, ബന്ധങ്ങളിലോ അതല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ നമ്മുടെ ജോബിലായിക്കോട്ടെ. ഇപ്പൊ പല ആൾക്കാരും ഒരു ജോബിൽ ഒരു ഇൻസെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ ആകെ തകർന്നു പോകും. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ സൂയിസൈഡൽ കേസസ് ഒരുപാട് നമുക്ക് കുട്ടികളുടെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്കൊന്നും അത് എങ്ങനെ റിപ്പയർ ചെയ്ത് മുമ്പിലേക്ക് വരാം എന്നുള്ള അതറിയില്ല. അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കഴിവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കർത്തവ്യം. ഇതിൽ മെയിൻ ആയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു റെസിലിയൻസ്. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഒരു നല്ല അതായത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അതിനെ തിരിച്ച് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിൽ മാറ്റി കൂടും എന്നാണ് ഈ ഒരു ഫിലോസഫി കിൻസുക്കി പറയണത്. അപ്പോ ഇതില് ഞാൻ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഫാമിലിയിലും റിലേഷൻഷിപ്പിലും ഓരോരോ തരത്തിലുള്ള ക്രാക്കുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ ആരെങ്കിലും വീടിനൊരു ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ, അവിടെ വെള്ളം ലീക്ക് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിലുള്ള ഒരു ലീക്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങളൊന്ന് പറയൂ. ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ചിട്ട് ഓരോരുത്തരും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ ബന്ധങ്ങളിലെ ലീക്ക്? നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ ഒരു കാരണമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. വെരി ഗുഡ് സർ. കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഒരു റിലേഷൻഷിപ്പിലെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ. ഓക്കെ, വെരി ഗുഡ് സർ, ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. എനി അതർ തിങ്, എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബിഹേവിയറിലൂടെ. എക്സാക്ട്ലി. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ സർ? ഒരു വാക്ക്. നമ്മൾ സ്നേഹത്തോടെയൊക്കെ ആയിരിക്കും നേരത്തെ ഒക്കെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ചിലപ്പം കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കാണും. ഇപ്പം എല്ലാവരും മൊബൈലിൽ യൂസ് ചെയ്യുന്നു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പം ബിഹേവിയറിലൂടെ ചിലപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയതുപോലെ നമുക്ക് അവരുടെ ആ സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. വെരി ഗുഡ് സർ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും പറയാണ്ടോ ആർക്കെങ്കിലും? ഫ്രീക്വന്റ് കോറൽ. അതെ, ഫ്രീക്വന്റ് കോറലിംഗ്. യെസ്, താങ്ക് യു സർ. അപ്പം ഇതില് ഞാൻ കുറച്ച് പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ജനറേഷണൽ ഗ്യാപ്പ്, ഈ ഒരു സംഭവത്തിന്റെ മേളിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ക്ലാഷുകൾ സംഭവിക്കാറില്ലേ? പാരന്റ്സും യൂത്തും തമ്മിൽ. ഇപ്പോ ശരിക്ക് എനിക്കിപ്പോ ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ ഓരോ കേസ് വരുമ്പോ, ഓരോ കുട്ടികളെ യൂത്ത് വരുമ്പോ അവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് ഞങ്ങൾക്ക്
ഒരു രീതിയിലുള്ള കണക്ഷനും ഫീൽ ചെയ്യണില്ല എന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെ പാരന്റ്സ് പറയുന്ന കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഞങ്ങളെ ലിസൺ ചെയ്യണില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പാരന്റ്സ് കണക്ട് ആവുന്നതിന്റെ മുന്നേ അവരെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോ പാരന്റ്സിന്റെ ഒരു മെന്റാലിറ്റി ഇതാണ്. ഇത് ഞാൻ കണ്ടെത്തിയ ഒരു ഒബ്സർവേഷൻ ആണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കുട്ടിയെ സ്കൂൾ വിട്ടിട്ട് ഒരു കുട്ടി, ഞാനൊരു ഉദാഹരണം ചോദിക്കാം. ഒരു കുട്ടി ആദ്യമായിട്ട് ഇന്ന് പരീക്ഷയാണെന്ന് വിചാരിക്കും. കുട്ടി സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വന്ന ഫസ്റ്റ് നമ്മള് പാരന്റ്സ് എന്താ കുട്ടിയോട് ചോദിക്കുക? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഹൗ വാസ് ദി എക്സാം? അതെ, അതാണ് ചോദിക്കുക. ഒരു നോർമൽ കേസ് ആണെങ്കിലും ഇപ്പൊ എല്ലാവരും പഠിച്ചു വെച്ചിട്ട് വാക്കുണ്ട്. എല്ലാവരും പറയുന്ന കാര്യം ഓക്കെ ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിക്കും. അപ്പോ അത് അവർക്ക് കേട്ട് മടുത്തു. പക്ഷെ റിയൽ ആയിട്ടും സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചോദ്യങ്ങളല്ല കൂടുതൽ പറയേണ്ടത്, നമ്മൾക്കൊരു ഷെയറിങ് കൊടുക്കുക. അതായത് ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്തത്, നീ ഇന്ന് അവിടേക്ക് എന്തൊക്കെ ചെയ്തു, ഐ എം സോ എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും, സന്തോഷത്തോട് കൂടി. കാരണം എന്താന്ന് വെച്ചാൽ ഒരു കണക്ഷൻ അവിടെ ഫീൽ ആവുകയാണ്. അതായത് ഇപ്പൊ എൻ്റെ അമ്മ ഇന്ന് വീട്ടിൽ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ആ കുട്ടിയുടെ അടുത്ത് അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുന്നത്. നമ്മളൊരു ഫ്രണ്ടിനെ ആദ്യം കാണുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? എന്തൊക്കെ ഉണ്ട് അവിടെ വിശേഷം, ചായ ഉണ്ടാക്കിയോ കാപ്പി ഉണ്ടാക്കിയോ, ഇതൊക്കെ ചോദിക്കും അല്ലെ. പക്ഷെ നമ്മള് എപ്പോഴും കുട്ടികളുടെ അടുത്ത് നമ്മള് ഒരു കറക്റ്റ് നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്തെ ന്യൂജൻ അല്ലെങ്കിൽ ആൽഫ ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിളിക്കുന്ന ഈ കുട്ടികൾക്ക് ഒന്നാമത് അത്രയ്ക്കൊരു അറ്റൻഷൻ സീക്കിങ് ഒരു അറ്റൻഷൻ സ്പാൻ ഇല്ല. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പേഷ്യൻസും ഇല്ല. അപ്പോൾ അവർക്ക് പിന്നെ പെട്ടെന്ന് ബോറിംഗ് ആവുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ ആസ് എൽഡേഴ്സ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് ചെയ്യാനോ പോണതിന്റെ മുന്നേ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ ഇനി ഉള്ള ഒരു നമുക്ക് എസ്പെഷ്യലി നമ്മുടെ കേരളയിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മൈഗ്രേഷൻ ഒരുപാട് സംഭവിക്കും. ഇപ്പം നമ്മൾ ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഇവിടെ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ ചോദിക്കും, അതർ കന്നഡികാസ് ഇവരൊക്കെ ചോദിക്കും, നിങ്ങളുടെ കേരളത്തിൽ ഇപ്പോ ഫുൾ എൽഡർലി പീപ്പിൾ മാത്രമാണോ ഉള്ളത് എന്ന് വെച്ചാൽ അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഒരു വിചാരം ഓരോ ഡാറ്റാസും ഇതൊക്കെ വായിക്കുമ്പോൾ അവരങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എഗെയിൻ മൈഗ്രേഷൻ ഒരു ഡിസ്കണക്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം എന്നെയൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള എന്നുവെച്ചാൽ എന്റെ അച്ഛൻ്റെ ഒക്കെ ഏജിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ഷെയറിങ് പറഞ്ഞാൽ നമ്മുടെ മുതിർന്നവരുടെ വാക്ക് ഭയങ്കര വാല്യൂ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? മൈഗ്രേഷൻ റേസിന്റെ ആയിട്ട് ഒത്തിരി നടക്കുന്നുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത്. അതെ, ഇപ്പൊ അതെ, അത് നമ്മുടെ ഹ്യൂമൻ കണക്ഷൻ എങ്ങനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തില്? ഡേ ടു ഡേ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല അവരുമായിട്ട്. ജസ്റ്റ് അവർക്കും ഇൻട്രസ്റ്റ് ഇല്ല പ്രോബ്ലംസ് കേൾക്കാനോ. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രോബ്ലംസും. അങ്ങനെ രണ്ടും തമ്മിൽ കണക്ട് ആവുന്നില്ല. ഓക്കെ, എന്തായിരിക്കും കാരണം ഈ ഒരു ഡിസ്കണക്റ്റിന്? അതാണ് പറഞ്ഞത്, പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയും നമുക്ക് അവരവരുടെ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ അതായത് ഇപ്പോ ഓരോ വ്യക്തിയും ഇപ്പൊ 2 ജനറേഷൻ ഗ്യാപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ജനറേഷൻ ഗ്യാപ്പിലുള്ള ആൾക്കാർ അവരുടെ ഒരു വ്യൂ പോയിന്റ് ആൻഡ് മൈൻഡ് സെറ്റിൽ കാണുന്നു, മറ്റുള്ളവർ വേറെ മൈൻഡ് സെറ്റിൽ കാണുന്നു. അപ്പൊ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവുന്നില്ല എന്ന് അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കാര്യമുണ്ട്. നമുക്കൊരു എംപ്റ്റി നെസ്റ്റ് സിൻഡ്രം എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ഈ ഒരു അതായത് ഇപ്പോ നമ്മളുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പോസ്റ്റ് കമ്മ്യൂൺ ആവട്ടെ, നമ്മളുടെ ഈ ഗ്രൂപ്പ് ആവട്ടെ, ഇതിലൊക്കെ മെയിൻ ആയിട്ട് ഞാൻ കണ്ട ഒരു ഹൈലൈറ്റിംഗ് തിങ് എന്താന്ന് വെച്ചാല് നമ്മുടെ കേരളത്തിൽ ആർക്കും
ഏജ് ആവണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം അവര് ഒരു റിട്ടയർമെന്റ് സ്റ്റേജ് കഴിഞ്ഞാൽ, എനിക്ക് ജോസഫ് സാറിന്റെ അടുത്തൊക്കെ ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. കാരണം എന്താന്ന് വെച്ചാല് ഒരു ജോലിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ അവർ അടുത്ത കരിയറിലേക്ക് ഷിഫ്റ്റ് ആവാണ്. അപ്പോ ഇവിടെ ഒരിക്കലും അവര് ഒരു എന്താ പറയാ ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആണ് നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ വയസ്സായിച്ചിട്ട് ഇരിക്കണില്ല. അവര് ഒരു പുതിയ പുതിയ മേഖലകള്, സാധ്യതകള്, എങ്ങനെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യാം, ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ചേഞ്ച്, ഇറ്റ്സ് റിയലി അപ്രീഷിയബിൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്തുകൊണ്ട് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇത് ജോലി റിട്ടയർമെന്റ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ സൈക്കോളജിയിൽ ഒരു ഡിപ്ലോമ എടുത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റാറുണ്ട്. അതൊക്കെ ഭയങ്കര സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഓൾഡ് ജനറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ആൾക്കാരുടെ അടുത്തുനിന്ന്, അതായത് നമ്മുടെയൊക്കെ ഒരു അച്ഛൻ്റെ അങ്കിളിൻ്റെ ഒക്കെ ഒരു ഏജിലുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് ഇപ്പോഴേ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ അടുത്ത് ഒരു എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വേറെ ആൾക്കാരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് അതിൽ ഇന്റർഫിയർ ചെയ്യില്ല. ഇപ്പം രണ്ട് ജനറേഷനിലും നമുക്ക് നമ്മുടെ ഒരു സ്പേസ്, അവർക്ക് അവരുടെ സ്പേസ്. അപ്പൊ ഈ ഒരു സ്പേസിൽ ഒരു ഇന്റർഫിയറൻസ് ഇല്ലെങ്കിൽ പകുതി മുക്കാ കോൺഫ്ലിക്റ്റും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു കണക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഇനി വേറൊരു ഇഷ്യൂസ് ഡിസ്കണക്ട് കൊണ്ട് സംഭവിക്കുന്നതാണ് ലോൺലിനെസ്. അതുപോലെ തന്നെ ഒരു സ്ട്രെസ്, ഡിപ്രഷൻ, അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സൂയിസൈഡൽ ടെൻഡൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയും ഒരു ഡിസ്കണക്റ്റിന് കാരണമാവുന്നതാണ്. പിന്നെ നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ ദുരന്തം പോലത്തെ കാര്യങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ശരിക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഒരുപാട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പല പല ആപത്തുകൾ ഉണ്ടാവുന്നു. അതിൽ കൂടി പല ട്രോമാസിൽ ആൾക്കാർ അകപ്പെടുന്നു. അതും ഒരു ഡിസ്കണക്റ്റിന് കാരണമാണ്. പിന്നെ ഓരോ ഫാമിലികളിലും ഇന്ന് കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോ ഒരു സ്നേഹത്തിന്റെയോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയോ കാര്യം ഇപ്പൊ നമ്മൾ സംസാരിച്ച പോലെ നടക്കണില്ല. സിബ്ലിങ്സ്, സഹോദരങ്ങളുടെ ഇടയിലുള്ള ഒരു പൊരുത്തക്കേട്. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മാതിരി ഡിവേഴ്സ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റിപ്പയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും പല ആൾക്കാരും പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റി പുതിയ ഒരെണ്ണം റീപ്ലേസ് ചെയ്യുക. ഇവൺ ഇഫ് ഇറ്റ് ഇൻ റിലേഷൻഷിപ്പ് ഇതാണ് നടക്കുന്നത്. അപ്പം അതും ഒരു നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തില്. ഇപ്പൊ കുറെ ഗ്രൂപ്പിലുണ്ടല്ലോ ഞാൻ. അപ്പൊ ഇന്ന് 7 മണിക്ക് 8 മണിക്ക് ഓരോ സെഷൻ ഉണ്ട്. ഫ്യൂച്ചർ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മാതിരി യൂത്ത് ആൻസൈറ്റി അബൌട്ട് എക്സാം, ജോബ്, ഫ്യൂച്ചർ, ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്. അതായത് ചില കുട്ടികൾക്ക് ഒരുപാട് അവർക്കിപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇപ്പൊ മെയിൻ ആയിട്ട് കുട്ടികൾ, നമ്മളൊക്കെ ഇന്റർവെൻഷൻ ചെയ്യുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവര് പാരന്റ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കേണ്ട. അപ്പൊ എന്തുകൊണ്ട് സംസാരിക്കേണ്ട? വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്മോൾ ടോക്സ്. അങ്ങനെയാണ് അവർ പറയുന്ന ഒരു ഡയലോഗ്. അതായത് ഇപ്പോ എന്താ ഈ സ്മോൾ ടോക്സ് എന്ന് കുറച്ചും കൂടി നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനത്തെ ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ഈവൻ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് കുട്ടികൾ ചോദിക്കും, ഫ്രണ്ട്സിന്റെ ഉപദേശം കഴിഞ്ഞു, റിലേറ്റീവ്സിന്റെ ഉപദേശം കഴിഞ്ഞു, പാരന്റ്സിന്റെ ഉപദേശം കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്നെ ഉപദേശിക്കാനാണോ വിളിച്ചത് എന്നാണ് അവർ ആദ്യം ചോദിക്കുക. അപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക്, നമ്മൾ നിങ്ങളെ പോലുള്ളവർക്ക് എന്തിനാ ഉപദേശത്തിന്റെ ആവശ്യം? ഐ വോണ്ട് ടു ലേൺ സംതിങ് ഫ്രം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണക്ഷൻ ഉണ്ടായി. ദാറ്റ്സ് ഇറ്റ്. അത്ര മതി അവർക്ക്. അവരൊരു ടെററിസ്റ്റുകളൊന്നല്ല സത്യം പറയാച്ചാൽ നമ്മുടെ ഈ ജെൻ ആൽഫ ആൻഡ് ജെൻസി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരു ചെറിയ ട്യൂണിങ്ങിന്റെ ആവശ്യമുണ്ട്. ലക്കിലി എന്റെ 2 മക്കളും ആ ഒരു റേഞ്ചിലുള്ള ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി അങ്ങനത്തെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്റെ ഒരു പേഴ്സണൽ പ്രിവിലേജ് ആണ്. അതുപോലെ ഇപ്പൊ പിന്നെ ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പം ജനറേഷൻ ഗ്യാപ്പിനെടുത്ത് പറയുമ്പോൾ തന്നെ അഡൽട്ട് ജനറേഷൻ ഉണ്ട്. ഒരു 40, ഒരു മിഡിൽ ഏജ് ആവുമ്പോഴേക്കും ആൾക്കാർക്ക് ഒരുപാട് സ്ട്രെസ് ആണ്. അതായത് ഇന്നത്തെ എല്ലാവർക്കും ഒരു കമ്പാരിസൺ ഉണ്ട്. മേ ബി അത് ഒരു റോങ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോ ഒരു നല്ല കാറ് വേണം, ഇപ്പൊ ഒരു കാർ ഇതുണ്ടെങ്കിൽ അത് പുതുക്കി വാങ്ങണം, വീട് പുതുക്കി ഒരു ചെറിയ ലെവലിലാണെങ്കിൽ അതൊന്ന് നന്നാക്കണം. അപ്പോൾ നമുക്ക് EMI ഓപ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി
നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കാൻ നോക്കുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളിലും കൂടി നമുക്ക് ഈ ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നുണ്ട്. അപ്പൊ അതും അത് നന്നായി പോവാണെങ്കിൽ പ്രശ്നം വരില്ല. പക്ഷെ എന്തെങ്കിലും അതിലൊരു എന്താ പറയാ താളപ്പിഴകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഡിസ്കണക്ട് ഉണ്ടാവും. അത് ഇനിയൊരു കാരണമാണ്. പിന്നെ ലോൺലിനെസ്, അതായത് എത്ര ആൾക്കാർ എത്ര സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാലും എവറി പീപ്പിൾ വിൽ സേ ഐ എം ലോൺലി. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് എന്തൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ്, ചാലഞ്ചസ്, ഇതിനെ നമുക്ക് ഇനി എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, എങ്ങനെ ഇങ്ങനത്തെ ഒരു കണക്ഷൻ കൂടുതൽ സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാം എന്നുള്ള കാര്യമാണ് അടുത്തത് നോക്കണം. അപ്പം ഇതിൽ കുറച്ചും കൂടിയും കാര്യങ്ങളുണ്ട്. ഹ്യൂമൻ കണക്ഷൻസ് ഷേപ്സ് അവർ ഐഡന്റിറ്റി. നമുക്കൊക്കെ ഓരോ ഐഡന്റിറ്റി ഉണ്ട്. ഇതൊക്കെ ഒരു കണക്ഷനിൽ കൂടെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ്? ഓരോ വ്യക്തിക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. ഇതൊരു കണക്ഷൻ, ഇതിലൊരു കണക്ഷന്റെ ഒരു ഫാക്ടർ ഉണ്ട്. ശരിയാണോ? പറയൂ, നിങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾ ഏത് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു അവരുടേതായ ക്യാരക്ടേഴ്സും ഒക്കെ നമ്മളെ കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും. ഓക്കെ, വെരി ഗുഡ് മാം, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. നമ്മള് സംസർഗേ ഗുണദോഷ ഭവന്തു എന്ന് പറയണ മതി. നമ്മൾ ആരുടെ കൂടെ ഏത് ഗ്രൂപ്പിന്റെ കൂടെ ഇടപഴകണോ ആ ഒരു കണക്ഷൻ. വളരെ നല്ല പോയിന്റ്. ഇനി എന്തെങ്കിലും പോയിന്റ് നമുക്ക് പറയാനുണ്ടോ? ഞാൻ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് 1000 days. അത് വേറെ ഒന്നുമല്ല, അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കൂടെയുള്ള ആദ്യത്തെ 1000 days എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു പാരന്റ്സിന്റെ അടുത്ത് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ആ ഒരു കണക്ഷൻ ആണ് ആ കുട്ടിയുടെ ലൈഫ് ലോങ് ഐഡന്റിറ്റീനെ മുമ്പിലേക്ക് കൊണ്ടുപോകാം. ഇതിൽ എന്തെങ്കിലും ഒരു ഷെയറിങ്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിലെ കുട്ടികളെ വളർത്തിയ ഒരു ഷെയറിങ്ങോ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഈ ഒരു 3 വയസ്സിന്റെ ഉള്ളിൽ ഈ പാരന്റ്സിന് കുട്ടികളോടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആസ് ഗ്രാൻഡ് ഫാദേഴ്സ് നിങ്ങളുടെ കൊച്ചുമക്കളുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്തത് ഈ ഒരു 3 yearsന്റെ ഉള്ളിൽ എന്തൊക്കെ ഒരു മാറ്റങ്ങൾ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നിങ്ങളൊക്കെ എങ്ങനെ കാണുന്നു? സോഷ്യൽ മീഡിയ ആക്ച്വലി കണക്ഷൻസിന്, പേഴ്സണൽ കണക്ഷൻസിനെ ബാധിക്കുന്നതായിട്ടാണ് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളത് അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് സാധാരണ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള യൂസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഓക്കെ, ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ എല്ലാവരും ഈ സാധനത്തിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ താല്പര്യം വന്നു കഴിയുമ്പോഴേക്കും നമ്മളത് ചെറിയ കുട്ടിയിൽ, അതായത് ഈവൻ ജനിച്ച് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന കൊച്ചിനെ പോലും ഇത് കാണിക്കാനായിട്ട് എല്ലാവരും തയ്യാറാണ്. അപ്പോൾ ആ അവസ്ഥയിൽ സോഷ്യൽ മീഡിയനെ കുറിച്ച് അത് അവരുടെ ബ്ലഡിലുള്ള ഒരു സാധനം പോലെ ആണിപ്പോൾ ഒരു ഏറ്റവും പുതിയ ജനറേഷൻ്റെ മക്കളുടെ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്കെല്ലാം ഈ സാധനം ഒരിക്കലും ഇല്ലാതിരിക്കാൻ അവരുടെ ജീവിതത്തിൽ സാധിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴേക്കും നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ കാരണത്താൽ തന്നെ മക്കള് ആ കുട്ടികൾ പാരന്റ്സുമായിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്യാനായിട്ട് ഒരു മാർഗം നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതെ അതെ, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സാർ പറഞ്ഞത്. കാരണം ഇന്ന് നമുക്കൊക്കെയും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈവൻ ഒരു ചെറിയ കുട്ടി ഉണ്ടായി കഴിഞ്ഞ്, ഇപ്പൊ ഞാനൊക്കെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോ ഇവിടെയൊക്കെയും കാണാം, ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞാൽ പോലും അവർക്കത് ലൈക്ക് ഒരേ ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളത് പറഞ്ഞാൽ അവർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. കാരണം എല്ലാവരും അവരവരുടെ കൺവീനിയൻസ് ആണ് നോക്കുന്നത്. ഇപ്പം ചിലര് ആരുടെയും തെറ്റല്ല, സമയക്കുറവ്, അങ്ങനെ പല കാരണങ്ങളായിരിക്കാം. പക്ഷെ കുട്ടികളെ ഉറക്കുന്നത് വരെ ഇങ്ങനെ ഒരു ഫോൺ വെച്ച് കൊടുത്തിട്ട് അമ്മയുടെ ഫേസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയുടെ താരാട്ടുപാട്ട് കേട്ടിട്ടോ അങ്ങനെയൊക്കെ വളർന്ന്, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രിവിലേജ്ഡ് ജനറേഷനാണ്. ഞാനൊക്കെ ഒരു
മില്ലേനിയം ജനറേഷനാണ്. അതുകൊണ്ട് എനിക്ക് ഓൾഡ് ജനറേഷനെയും ന്യൂ ജനറേഷനെയും രണ്ടിനെയും ഒരു സാൻഡ്വിച്ച് ആണ്. അതുകൊണ്ട് എനിക്ക് രണ്ടിന്റെയും നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ബ്ലെസ്സിങ് ആണത്. അപ്പം ഞാനൊക്കെ എൻ്റെ മുത്തശ്ശി ഓമനത്തിങ്കൾ കിടാവോ പാട്ടൊക്കെ പാടിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് കിടന്നിട്ട് അങ്ങനെ വളർന്നൊരു ജനറേഷനാണ്. പക്ഷെ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ വല്ല കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അത് അങ്ങോട്ട് കിട്ടും ക്യൂ ക്യൂ എന്ന് പറഞ്ഞ ഓരോ സൗണ്ടും കേട്ട് അതും കണ്ടിട്ട് കുട്ടികൾ അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ റൈംസ്, ചെറുപ്പത്തിൽ തൊട്ട് റൈംസ് വെച്ചു കൊടുക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാനൊരു ഇത് വായിച്ചു, ഒരു റിസർച്ച് പേപ്പർ വായിച്ചപ്പം അതിൽ ഈ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്, അതുപോലെ കുട്ടികൾ ഈ ഇത് കാർട്ടൂൺസ് ജാസ്തി വളരെ ചെറുപ്പത്തിലേ കണ്ട്, അതായത് അവര് കാണേണ്ടത് ശരിക്കും നേച്ചറാണ്. അതിന് പകരം ഇത് കണ്ട് ഇങ്ങനെ ഇതായി നടക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ അവരിൽ പല രീതിയിലുള്ള ഈ തരത്തിലുള്ള എന്താ പറയുക ഓട്ടിസ്റ്റിക് ടെൻഡൻസി, ഹൈപ്പർ ആക്ടിവിറ്റി, ഇതൊക്കെ ശരിക്ക് ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇവൻ ദോ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ മിസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അഗെയിൻ നമുക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ ഒരു പോയിന്റ് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയത് എന്താണെന്നറിയാമോ? പറയൂ. നമ്മൾ ആക്ച്വലി നമ്മൾ കണക്റ്റഡ് ആയിരിക്കേണ്ടത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ കണക്ഷൻ വന്നേക്കണോണ്ട് അതിലുള്ള ആ വിർച്വൽ വേൾഡിലെ ആൾക്കാരെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് തന്നെ ഈ മുതിർന്ന ആൾക്കാർക്ക് ഉള്ളത്. ആ കാരണത്താൽ ഇവര് നിഗ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വസ്തുതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അതൊരു എൻഡ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തും. പക്ഷെ അഗെയിൻ കൈൻഡ് ഓഫ് അവയർനെസ്, ഇവൻ ദോ അവര് പല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും, അവരവരുടെ ഫീൽഡിൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും, ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഡ്രോബാക്സ് എന്താ, ഇൻ ഫ്യൂച്ചർ ഓൾസോ നമുക്ക് ഹ്യൂമൻ കണക്ഷൻ ആണ് വേണ്ടത് എന്നുള്ള ആ ഒരു അവയർനെസ് നമ്മൾ ശരിക്കും എല്ലാവരിലും എത്തിക്കണം. അതാണ് ഒരു വലിയ കാര്യം. അപ്പം ഇതില് ഞാൻ ചോദിച്ച ചോദ്യം ലാസ്റ്റ് ഇതാണ്, സോഷ്യൽ മീഡിയ ആർ വി റിയലി കണക്റ്റഡ്? ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല, അത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോ എന്താണ് ഈ കിൻസുഗി എന്ന് പറഞ്ഞ ഈ ഒരു ജാപ്പനീസ് ഫിലോസഫി നമ്മളെ പഠിപ്പിക്കുന്നത്? ഇപ്പൊ എവറി ഹോം ഹാസ് ക്രാക്സ്, ബട്ട് കിൻസുഗി ടീച്ചസ് അസ് ഡോണ്ട് ഹൈഡ് ദം, ഡോണ്ട് ത്രോ അവേ ദ ബോണ്ട്, fill it with patience, forgiveness, love. That's the gold that makes the bond stronger than before. അപ്പോ നമ്മൾ ഈ ഒരു ആർട്ട് വർക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഇവിടെ ഒരു ലേഡിയുടെ ഒരുപാട് വിഷമങ്ങളുള്ള ഒരു ലേഡി, ഒരുപാട് മുറിവുകളേറ്റ ഒരു ലേഡി. അപ്പോ ഈ ലേഡിക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അവര് അത് ഹൈഡ് ചെയ്ത് വെച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റും? ജെൻഡർ ബയസ് അല്ല, ഇതുപോലെ പാസീവായിട്ട് സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, ഒരു എത്ര മനുഷ്യര് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ആരോടും തുറന്നു പറയാതെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് പകരം നമ്മൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, അതുപോലെ ഇപ്പൊ നമ്മളെ പോലെ, എനിക്ക് ഈ പ്രൊഫഷൻ, ഞാൻ പണ്ട് ലെക്ചറിങ്ങിലായിരുന്നു, പക്ഷെ അത് ആ ഒരു ജോലി വിട്ട് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്, ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്തും എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഹെൽപ്പിന് വരാറുണ്ട്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും, ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇതാണ് എൻ്റെ വൈ, ഞാൻ ജീവിക്കുന്ന എൻ്റെ വൈ എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നതാണ്. അപ്പോ നമ്മളെ പോലുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പൊ മാം സുധ മാം ആണ് പറഞ്ഞ മാതിരി ഒരു നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഒരേപോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. വി ഹാവ് ടു ഷെയർ അവർ തിങ്സ്, അവർ പ്രോബ്ലംസ്. അപ്പൊ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. നമ്മൾ NLP പറയും അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ. അതായത് നമ്മുടെ കാര്യം തന്നെ നമ്മളല്ലാതെ വേറൊരു വ്യക്തിയായി നിന്ന് ചിന്തിച്ച് നമ്മൾ ആ ഒരു സൊല്യൂഷൻ കാണുമ്പോൾ നമുക്കൊരു ഡിഫറെന്റ് വ്യൂ പോയിന്റ് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലെങ്കിലും നമ്മളെല്ലാം ഷെയർ ചെയ്യണം. അപ്പോൾ പേഷ്യൻസ്, ഫോർഗീവ്നെസ്, ലവ്, ഈ 3 സാധനങ്ങളായിരിക്കണം നമ്മളുടെയൊക്കെ ഓരോ മുറിവുകളെയും കോർത്തിണക്കാൻ, അതായത് ബൈൻഡ് ചെയ്ത് ഉണ്ടാക്കാനുള്ള ഈ ഗോൾഡ്. അപ്പോൾ സെയിം ഈ കിൻസുഗിൽ എങ്ങനെ അവര് ആ ഗോൾഡ് വെച്ചിട്ട് റിപ്പയർ ചെയ്യണു, ഈ 3 ആയുധങ്ങളായിട്ടുള്ള ഫോർഗീവ്നെസ്, പേഷ്യൻസ് ആൻഡ് ലവ് വെച്ചിട്ട് നമ്മൾ ഓരോ നമ്മുടെ ബുദ്ധിമുട്ടുകളും, ബ്രോക്കൺ ആയിട്ടുള്ള ഓരോ റിലേഷൻഷിപ്പിനെയും നമ്മൾക്ക് കൂട്ടിച്ചേർത്ത് എടുക്കാം, അതിനെ കൂടുതൽ പവർഫുൾ ആക്കാം, കൂടുതൽ വാല്യുബിൾ ആക്കാം. ഇതാണ് കിൻസുഗി ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ പഠിപ്പിക്കുന്ന കാര്യം.
ഇനി our cracks are not only in families, they are in our hearts and mind. അപ്പോൾ നമുക്ക് ചില ഫാമിലി മെമ്പേഴ്സ്, അതായത് ഇന്നർ കോൺഫ്ലിക്റ്റും ഉണ്ട്, ഔട്ടർ കോൺഫ്ലിക്റ്റും ഉണ്ട്. ഔട്ടർ കോൺഫ്ലിക്റ്റ് മേ ബി സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ, വെദർ ഇറ്റ് ഈസ് കൊളീഗ്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർ. അപ്പോൾ പല ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ ഉള്ള പ്രോബ്ലംസ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിലും പല പ്രോബ്ലംസ് ഉണ്ട്. അത് വേറെ ആരും കാരണമല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില പ്രോബ്ലം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ ഉള്ളിലത്തെ വില്ലൻസ് ആരൊക്കെയാണ്? നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണ വില്ലൻ? ഈഗോ, വെരി ഗുഡ് സർ. എനി അതർ തിങ്? Expectations. ഓവർ എക്സ്പെക്ടേഷൻ, യെസ്. Anger. Inner critic. Inner critic. Okay. Comparison. Comparison with others, അല്ലേ? അതെ. Possessiveness, okay. Inferiority complex. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലത്തെ വില്ലന്മാരാണ്. അപ്പം നമ്മൾ റീബൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാറുകളെ ഉണക്കുമ്പോൾ, അതായത് ഈ ഫൊർഗീവ്നെസ്സും ലവും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ വെച്ച് നമ്മൾ നമ്മുടെ മുറിവുകളെ ഉണക്കുമ്പോൾ നമ്മുടെ ഇന്നർ കോൺഫ്ലിക്റ്റ്, നമ്മുടെ ഉള്ളിലേക്കും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്നർ വൂൺസ് എന്താണെന്ന് മനസ്സിലാക്കി അതും നമ്മൾ ഹീൽ ചെയ്യണം. ബാക്കി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരുന്ന വൂണ്ടുകൾ അതും മാറ്റിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു കണക്ഷൻ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. When we share, seek help, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് മേടിക്കുക എന്നുള്ളത് ഒരു ഷെയിം ആയിട്ടുള്ള കാര്യമല്ല. അതായത് കറക്റ്റ് ആയിട്ടുള്ള ആളുടെ അടുത്ത് നമ്മൾ പോകണം. അതായത് ഇപ്പൊ പറഞ്ഞ മാതിരി ഒരു നമ്മളെ എന്താ പറയാ, ഒരാളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൂണ്ട് ഇങ്ങനെ കുത്തി പിന്നി മുറിവേൽപ്പിക്കുന്ന ആൾക്കാരാവരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പം ഇത് ഈ ഗോൾഡൻ റിപ്പയർ എന്നാണ് ഇതിനെ പറയാ. ഇങ്ങനത്തെ എല്ലാ ഫീലിങ്സും എന്താണെങ്കിലും നമ്മൾ റിപ്പയർ ചെയ്തിരിക്കണ ഈ പ്രോസസ്സിനെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റെസിലിയൻസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ റിപ്പയർ ചെയ്തിട്ട് നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യുകയാണ് ചെയ്യണത്. ആ ഒരു പഴയ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതായത് ആ നല്ല അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ വരും. ഓക്കെ. ഇനി ഇത് ഒരു നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പില് ഇതുപോലെ ഒരു ക്രാക്ക്, നമ്മുടെയൊക്കെയും എല്ലാവരുടെയും ഇൻക്ലൂഡിങ് മീ, എല്ലാവരുടെ റിലേഷൻഷിപ്പിലും ഇതുപോലെ ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് അതിനെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു ക്രാക്ക് എന്താണെന്ന് തുറന്നു പറയണ്ട, അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അതോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ, നോ പ്രോബ്ലം. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ. എല്ലാവരും, കാരണം ഇതിന്റെ ലാസ്റ്റ് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു തെറ്റല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനി മുതൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കണില്ല. പകരം നമ്മൾ എന്താ ചെയ്യണത്? അതിനെ അഡ്രസ് ചെയ്യണു, അതിനെ റിപ്പയർ ചെയ്യണു, കൂടുതൽ ശക്തമായിട്ട് നമ്മൾ മുമ്പിലേക്ക് പോകണം. ഓക്കെ. അപ്പോ ഹോൾഡിംഗ് ഗ്രഡ്ജസ് ക്രിയേറ്റ് ക്രാക്സ്. അപ്പം ഇങ്ങനത്തെ ഗ്രഡ്ജുകളും പക, ഇപ്പൊ സാർ പറഞ്ഞ മാതിരി ഈഗോ, ഇതെല്ലാം നമ്മളിങ്ങനെ ഉള്ളിൽ വെച്ച് ഇപ്പൊ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത മാതിരി, അതായത് നമ്മൾ സംസാരിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ, ആങ്കർ കാണിക്കും. അപ്പൊ ഒക്കെ ഒരു ബന്ധം വഷളാവാണ് ചെയ്യണത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലെറ്റ് ഗോ, റിപ്പയർ ദം. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുക, ആ ഒരു കാരണം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ അനലൈസ് ചെയ്യുക. അത് പാസ്റ്റ് നമുക്ക് ഒരിക്കലും എന്താ പറയാ, തിരിച്ചു പോയിട്ട് അവിടെ പോയി റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി ഇനി മുമ്പിലേക്ക് നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട് അത് വെച്ച് ഇനി കൂടുതൽ എങ്ങനെ എന്നെ ശക്തനാക്കാം അല്ലെങ്കിൽ ശക്തയാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ലെറ്റ് ഗോ ചെയ്ത് മുമ്പിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ്, ഇതൊരു സെൻ സ്റ്റോറിയാണ്. ആർക്കെങ്കിലും ഈ സ്റ്റോറി എന്താണെന്ന് മനസ്സിലായോ? ഈ സ്റ്റോറി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? 2 സെൻ മോങ്കുകളാണ് അവിടെ കാണുന്നത്. അറിയാമോ? സർ പറയോ? ഓക്കെ. അപ്പോ ഇത് ഒരു സെൻ സ്റ്റോറിയാണ്. അപ്പൊ ഇതൊരു മോങ്കാണ്. ആ മോങ്ക് ഒരു നടക്കാൻ വയ്യാണ്ട്
ഈ ഒരു റിവർ, ഇതൊരു റിവർ കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോ പൊതുവെ ഈ മോങ്സിന് ലേഡീസിനെ തൊടാൻ പാടില്ല. അപ്പോ ഇവർ രണ്ടും, ഇതാണ് ഗുരു, ഇതാണ് ശിഷ്യൻ. ഈ ഫ്രണ്ടിൽ നടക്കുന്നതാണ് ഗുരു, ബാക്കിൽ നിൽക്കുന്നതാണ് ശിഷ്യൻ. അപ്പോ ഇങ്ങനെ ഒരു ലേഡി, എനിക്ക് ഇങ്ങനെ റിവർ ക്രോസ് ചെയ്യണം, എനിക്ക് പറ്റണില്ല റിവർ ക്രോസ് ചെയ്യാൻ, ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ഈ മോങ്കിനോട് ചോദിച്ചു. അപ്പോ ഈ ശിഷ്യൻ ഗുരുവിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി. അപ്പോ അതിനെന്താ, എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് ഗുരു പറഞ്ഞു. ശിഷ്യൻ അപ്പൊ തൊട്ടിട്ടേ തുടങ്ങി ചിന്ത, എന്താണ് ഈ ഗുരു ചെയ്യണത്, നമുക്ക് ആക്ച്വലി ലേഡീസിനെ തൊടാൻ പാടില്ലല്ലോ, ഓ ഇനി എന്താവും, ആൾക്കാർ അറിഞ്ഞ എന്താവും, അങ്ങനെ പല പല ചിന്തകളായിരുന്നു. അങ്ങനെ ഗുരു ഈ സ്ത്രീയെയും വെച്ചിട്ട് ഇവിടെ വരെ എത്തി. ശിഷ്യൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ശിഷ്യന് സഹിക്കാൻ പറ്റുന്നില്ല, ഈ ലേഡിയെ ഇവിടെ ഇറക്കി ഗുരു ലേഡി താങ്ക് യു പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അപ്പോ ശിഷ്യൻ വന്ന് ഗുരുവിനോട് പിന്നെ അവർ രണ്ടുപേരും യാത്ര തുടർന്നു. ഗുരുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ല ഗുരു, നിങ്ങൾ ഈ ചെയ്തത് ശരിയാണോ? അപ്പൊ ഗുരു ചോദിച്ചു, എന്ത്? അല്ല, നിങ്ങൾ ആ ലേഡിയെ അവിടെ നിന്ന്, നമുക്ക് ആക്ച്വലി ലേഡീസിനെ തൊടാൻ പാടില്ല, ആ ലേഡിയെ ഒരു റിവർ ഇങ്ങനെ കടത്തിയത് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോ ഗുരു പറഞ്ഞൊരു വാക്ക് എന്താന്ന് വെച്ചാല്, ആ ലേഡിയെ കടത്തി സമയം കഴിഞ്ഞു, ലേഡി പോവുകയും ചെയ്തു, നീ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോ ഇതാണ് നമ്മളുടെ ഒക്കെ ഉള്ളിലത്തെ ഈ ഗ്രഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഈ ഒരു സംഭവം കഴിഞ്ഞു, ശരിക്കും ഇവിടെ ഏറ്റവും പാപം ചെയ്തത് ഈ ശിഷ്യനാണ്. ഗുരു ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ആ ലേഡിയെ ഹെൽപ്പ് ചെയ്തു, അത്രേ ചെയ്തുള്ളൂ. പക്ഷെ ശിഷ്യൻ അത് തലയിലിട്ടിട്ട് കുക്ക് ചെയ്ത് പല പല സ്റ്റോറികളാക്കി, പല പല നെഗറ്റീവ് തോട്ടുകൾ വെച്ച് പല പല ഇതുണ്ടാക്കി ആ ശിഷ്യന്റെ മനസ്സ് ശിഷ്യൻ തന്നെ വെറുതെ കലുഷിതമാക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ ഗുരുവിന്റെ മനസ്സ് ക്ലിയർ ആയിരുന്നു, ഇന്റൻഷൻ ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ്. നമുക്ക് ഓരോ ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അത് അപ്പപ്പോ അത് അഡ്രസ് ചെയ്ത് എന്താണ് പ്രശ്നം എന്ന് വിശകലനം ചെയ്ത് നമ്മളത് ലെറ്റ് ഗോ എന്ന് പറഞ്ഞ ഫോർഗീവ്നെസ് എന്നുള്ള പ്രോസസ്സ് കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരു നല്ല മനസ്സോട് കൂടിയിട്ട്, അതായത് മുന്നിലേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, പ്രസന്റിൽ ജീവിക്കാൻ പറ്റും. അല്ലാച്ചാ നമ്മുടെ പാസ്റ്റ് ഓൾറെഡി പോയ കാര്യം. അപ്പോൾ അതിന്റെ ഗ്രഡ്ജസ് വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രസന്റും കൊള്ളാവും. ആ പ്രസന്റ് ഒരു വൃത്തികെട്ട രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ വാട്ട് അബൌട്ട് അവർ ഫ്യൂച്ചർ? ഇറ്റ്സ് അപ് ടു യു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? ഇനി എന്തൊക്കെ ഈ കിൻസ്തുക്കി എന്നുള്ള ഈ ഒരു ഫിലോസഫി പ്രകാരം എന്തൊക്കെ ഒരു ഡെയിലി പ്രാക്ടീസിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു ഫാമിലിയുടെ കാര്യം നമ്മൾ ഓരോ പ്രോബ്ലം നമ്മൾ ഓൾറെഡി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഒരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ലവ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ലവ് ലാംഗ്വേജസ് എന്താന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? സ്നേഹത്തോടെയുള്ള സംഭാഷണം. ഓക്കെ, സ്നേഹത്തിന്റെ ഭാഷ അല്ലെ? സ്നേഹത്തിന് ഒരുപാട് ലവ് ലാംഗ്വേജസ് ഉണ്ട്. അതായത് കെയർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു നല്ല അതായത് ടോക്കിൽ കൂടെ നമുക്ക് ഇങ്ങനെ അവരെ സാന്ത്വനിപ്പിക്കാം എന്നുള്ളതായിരിക്കാം സ്നേഹഭാഷ. ചിലപ്പോൾ ഒരു ടച്ച് ആയിരിക്കാം. അപ്പോ ആ ഒരു സ്നേഹഭാഷ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെയോ ഫ്രണ്ട്സിന്റെയോ കൊളീഗ്സിന്റെയോ ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഈ കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇനി കുട്ടികളുടെ കാര്യം. അതായത് കുട്ടികളെ എപ്പോഴും നമ്മൾ പറയും എത്ര മാർക്ക് കിട്ടി, അതെന്താ 99 കിട്ടിയാൽ പോലും നമ്മൾ ചോദിക്കും 99.9 കിട്ടിയ വല്ല കുട്ടികളും ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഇത്ര കിട്ടി എന്നുള്ളത് അപ്രിഷിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ആരാണ് ഫസ്റ്റ് എന്നുള്ളത് ആദ്യം ചിന്തിപ്പിക്കുക. അപ്പൊ അതിന് പകരം ഫെയിലിയർ എന്നുള്ളത് ഒരു പാർട്ട് ആൻഡ് പാർസൽ ആണ് ലൈഫിന്റെ. നമ്മുടെ ഫെയിൽ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അല്ലെ? അപ്പോ നമ്മള് ഒരു തെറ്റിൽ നിന്നാണ് നമ്മൾ ശരി കണ്ടെത്തുക. നമ്മളൊക്കെയും ചെറുപ്പത്തില് നടക്കാൻ പഠിക്കുമ്പോ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്? വീണിട്ടല്ലേ നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പം അതാണ് ഇവിടെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മെസ്സേജ്. നമ്മൾ എപ്പോഴും അവരെ ഇങ്ങനെ
ഒരു ഇത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ സക്സസ് ആയിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഇതും കൂടി ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ നീ നന്നായി ചെയ്യാൻ കേപ്പബിൾ ആണ്, നന്നായി വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ആ ഒരു രീതിയിൽ നമ്മൾ അവരെ തന്നെ ഗൈഡ് ചെയ്യണം. ഇപ്പൊ വർക്ക് പ്ലേസിലാണെങ്കിലും ഒരുപാട് കോൺഫ്ലിക്റ്റ് ഇപ്പൊ കാണാൻ പറ്റും. ഞാൻ എംപ്ലോയി അസിസ്റ്റന്റ് പ്രോഗ്രാമിലാണ് ഇവിടെ വർക്ക് ചെയ്തിരുന്നത് കുറെ കാലം. അപ്പൊ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരുപാട് പൊളിറ്റിക്സ്, പിന്നെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പം മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ എല്ലാവരും കാണുമ്പോൾ ഹായ് ബൈ ചായ കുടിക്കാൻ കാപ്പി കുടിക്കാൻ എന്ന് പറഞ്ഞ് വരും എന്നല്ലാതെ ദർ ഇസ് നോ കണക്ഷൻ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇല്ല. അതായത് അവസരം കിട്ടിയ പാരപണിയും ഉള്ളിൽ പുറമേക്ക് ചിരിക്കും. അപ്പം ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ട്രൂ കണക്ഷൻ ഉണ്ടാക്കുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പോലെ തന്നെ ട്രസ്റ്റ് ഏത് റിലേഷൻഷിപ്പിലും ഒരു അടിത്തറയാണ്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മൾ നമ്മുടെ മുറിവുകളെ മറച്ചു വെക്കാൻ ശ്രമിക്കാതെ അത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുക, അക്സെപ്റ്റ് ചെയ്യുക. നമുക്കൊരു തെറ്റുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു ഫോൾട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുക. അതായത് ഇത് എന്റെ ഫോൾട്ട് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാം കഴിവുണ്ട്, പക്ഷെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞിരിക്കാതെ ഏതാണ് നമ്മുടെ പ്രോബ്ലം, ഇപ്പൊ ടൈം മാനേജ്മെന്റ് ആണ് നമ്മുടെ പ്രോബ്ലം എങ്കിൽ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നടത്തുക. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ചിലരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ഫീലിംഗിൽ പല മീറ്റിങ്ങിലും, ഇതും അഗെയിൻ എംപ്ലോയീസിന്റെ ഇടയിലും കൂടി ഉള്ള ഒരു പ്രശ്നം, മീറ്റിങ്ങിൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ പോലും അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവര് പറയാണ് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യും, നമ്മുടെ ഇംഗ്ലീഷ് പോരാന്നുള്ളൊരു തോന്നല്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിൽ അവരത് ഉൾവലിയാണ്. അതിന് പകരം അതായത് അവരുടെ സ്കാറിനെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അതിന് പകരം എന്ത് ചെയ്യണം, എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാൻ. അപ്പൊ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് നമ്മൾ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കാം. അതാണ് ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഹൗ അതേഴ്സ് റിഫ്ലക്ട് അവർ ഇന്നർ വേൾഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് നമ്മുടെ ഉള്ളിലെ പ്രോബ്ലംസ് നമ്മൾ സെറ്റിൽ ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിലുള്ള ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റും നമ്മൾ അഡ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ടുഗെദർ വി ക്യാൻ റൈസ്, വി റൈസ് ടുഗെദർ. ഒരു ആസ് എ ഫാമിലി, ആസ് ഇൻ വർക്ക് അറ്റ്മോസ്ഫിയർ, എവിടെയാണെങ്കിലും ഇൻ എ സൊസൈറ്റി നമ്മളൊക്കെ സോഷ്യൽ ബീയിങ്സ് ആണ്. അപ്പൊ എല്ലായിടത്തും ഈ ഒരു ട്രൂ കണക്ഷന്റെ എസെൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഒരുമിച്ച് വളരാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞപ്പോ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മുടെ ആഫ്രിക്കൻ ഫിലോസഫിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിനെ അതായത് ഐ എം ബിക്കോസ് വി ആർ, അതാണ് അവര് പറയണത്. അതായത് ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത് നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ടാണ്. ഇപ്പോ നമ്മൾ എന്നും രാവിലെ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കണു, കടയിൽ പോയി വെജിറ്റബിൾസ് വാങ്ങിക്കണു, ഇതൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നടക്കും, നടക്കില്ല. ഇല്ല. അതിന് ഒരുപാട് ആൾക്കാരുടെ അധ്വാനം ഉണ്ട് അതിന്റെ പുറകെ. അത് കർഷകരാവട്ടെ, അങ്ങനെ പല ആൾക്കാരുടെയും അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ അത്രയും അന്തസ്സോട് കൂടി ഇന്ന് ജീവിക്കുന്നത്. വെറും പൈസ ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് ഫാക്ടർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇല്ല. ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഉബുന്റു എന്നാണ് പറയുക ആഫ്രിക്കൻ ഫിലോസഫിയിൽ. അപ്പോൾ അതും കൂടി ഇവിടെ പ്രസക്തമാണെന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻ ഇതിന്റെ ഒരു ക്രക്സ്. പിന്നെ ഇപ്പോ ഇതിന്റെ ലാസ്റ്റ് ഇതിലേക്ക് പോണതിന്റെ മുന്നേ ഒരു 2 minutes ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണോ? യെസ്. ഓക്കെ, അതിന്റെ മുന്നേ ഇപ്പോ ഓരോ ആൾക്കാർ, എനിക്ക് എല്ലാവരുടെയും പേര് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് എല്ലാവർക്കും ഓരോ ക്രാക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം നമ്മുടെ ലൈഫിൽ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എത്ര പേര് നോട്ട് ചെയ്ത് വെച്ചു? ഒരു തംസ് അപ്പ് ഇടാൻ പറ്റുമോ? ഓക്കെ, അതെന്താണെന്ന് പറയണമെന്നില്ല, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോട്ട് ചെയ്ത് വെച്ച കാര്യം അതാണ് നമ്മുടെ ക്രാക്ക്. അപ്പൊ ആ ക്രാക്കിനെ എങ്ങനെ ആ ക്രാക്ക് സംഭവിച്ചു,
ആ ക്രാക്കിനെ നമ്മൾ എന്തൊക്കെ വെച്ചിട്ട് നമ്മുടെ നല്ല നല്ല ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളുടെ ഈ ഗോൾഡൻ ത്രെഡ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ് തുടങ്ങിയിട്ടുള്ള ഗുഡ് ഇമോഷൻസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വിളക്കി ചേർക്കാൻ പോണത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ഗോൾഡൻ ത്രെഡ് നിങ്ങൾക്ക് ഇട്ട് തന്നു. എല്ലാവരും പിടിച്ചോളൂ. ഈ ഗോൾഡൻ ത്രെഡ് ഓരോ ഗുഡ് ഇമോഷൻസിന്റെ പേര് വെച്ചിട്ട് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് പറയാം. എനിക്കിപ്പോ അവിടെ കാണാൻ പറ്റുന്നത് ജോൺ ബേബി സാറിനെയാണ്. അപ്പോ വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ, അതായത് എന്ത് മുറിവുകൾ നമ്മൾക്ക് എല്ലാവർക്കും, ഇതിപ്പോ നമ്മൾക്ക് ഒരു വ്യക്തിക്ക് സംഭവിച്ച മുറിവുകളല്ല, നമ്മൾക്ക് എല്ലാവർക്കും മുറിവുകൾ ഏൽക്കപ്പെട്ടിട്ടുണ്ടാവാം ഒന്നല്ലെങ്കിൽ വേറെ അർത്ഥത്തില്. അപ്പൊ നമ്മൾ ഇവിടെ ഹീൽ ചെയ്യുന്നത് എല്ലാവരുടെയും മുറിവുകളാണ്. അതുകൊണ്ട് ലവ് എന്നുള്ള ഒരു ഇമോഷൻ ഞാൻ ജോൺ ബേബി സാറിന് ഒരു ഗോൾഡൻ സ്ട്രിങ് കൈമാറി. ജോൺ ബേബി സാറിന് ഇനി ഇത് വേറെ ആർക്കെങ്കിലും കൈമാറാം. യെസ്, ഞാനത് പോൾ പടയാട്ടി സാറിന് കൈമാറുന്നു. ഓക്കെ, സാറിനത് ഞാനത് ടോമി സാറിന് കൈമാറുന്നു. യെസ്, ഞാനത് സൈജു സാറിന് കൈമാറുന്നു. ഹലോ, ഞാനത് വർക്കി സാറിന് കൈമാറുന്നു. സാറിന്റെ ചിരി വളരെ സന്തോഷമാണ്. ഞാനത് ശ്രീജ വിജയൻ. എനിക്ക് തിരിച്ചു തരുന്നു. ഓക്കെ, ഞാനത് എല്ലാവർക്കുമായിട്ട് സ്പ്രെഡ് ചെയ്തു തരുന്നു. എല്ലാവർക്കും ആ ഒരു ലവ്, പീസ്, ഫോർഗീവ്നെസ് എന്നുള്ള ഒരു എനർജിയിൽ നമുക്ക് ഇന്ന് ക്ലാസ് എൻഡ് ചെയ്യാൻ പറ്റട്ടെ. അതിന്റെ മുന്നേ ഒരു ചെറിയ ഒരു 2 minutes നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണടച്ചൊരു മെഡിറ്റേഷൻ ചെയ്യാം. റിഗാർഡിംഗ് ദിസ് ഇസ് കോൾഡ് കിൻസുക്കി മെഡിറ്റേഷൻ. Okay, so now you all can close your eyes. Take a deep breath in and breathe out. Once again, take a deep breath in and slowly breathe out. Now, you can bring your attention to one crack or scar in your life. It could be from a relationship, a struggle in your job, or a painful memory, or any sort of inner conflict. Feel it gently, without any judgment. Now, imagine a golden light is flowing into the crack. It could be from a good relationship. Just like Kintsugi poetry prepared with gold. It's a golden light from a lovely relationship. It's a golden light from the universe. The golden universal light is filling all the wounds, all the cracks. Now, your cracks are shining with gold. It's shining with strength. It's shining with resilience. Take a deep breath again. Now, in progress. You can see the golden light spreading from your heart
like a golden rope connecting to the people beside you, then to your family, then to your community and beyond. The golden light is spreading all over the body. It's spreading everywhere to the universe. I am because we are. My cracks are my gold. Take a deep breath in once again and feel the connection of the golden light. Yes, everywhere the golden light is spreading. When you are ready, you can gently open your eyes. Thank you. Thank you, ma'am. Thank you. Thank you, Srija. It was wonderful. Thank you. Wonderful. Thank you. Thank you very much. Thank you, sir. If anybody have any questions, they can ask now to Srija. ചോദിക്കാവുന്ന ചോദ്യം, യുവർ യൂഷ്വൽ ക്ലിനിക്കൽ പ്രാക്ടീസ്, ഹൗ ഡു യു ഡു ദിസ്? വെരി ഏബിൾ ടു ഇംപ്ലിമെന്റ് ഓൺ എനി പേഴ്സൺസ്? പറ്റും സർ. മെയിൻലി ഞങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് ഇവിടുത്തെ ഡെസ്റ്റിറ്റ്യൂട്ട് വുമൻസിനെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ചിലപ്പോൾ നമുക്ക് അസൈൻമെന്റ് കിട്ടും. ഞാൻ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പം അവരൊക്കെ ചിലപ്പോൾ സെക്ഷൽ അബ്യൂസ് ആവട്ടെ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ്, ഇങ്ങനെയൊക്കെ ഇരയായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട് അവിടെ. അപ്പം അവരുടെ അടുത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് എല്ലാം അവരെന്തോ ഒരു റോങ് ആണ്, എല്ലാം നഷ്ടമായി എന്നുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ കോൺസെപ്റ്റ് ഒക്കെ അറ്റ്ലീസ്റ്റ് അവർക്ക് കുറച്ചൊരു വെളിച്ചം പകരും. നമുക്ക് ഇനി മുമ്പിലേക്ക് ഒരു ലൈഫ് ഉണ്ട്, ഒരു വിസിബിലിറ്റി കാണിച്ചു കൊടുക്കാൻ നമ്മൾക്ക് പറ്റും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇവൻ കൗൺസിലിങ്ങിന് വരുന്നവരുടെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ പറയാം. ഓക്കെ, നൈസ്. ഓക്കെ സർ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരുടെ മുറിവ് ഉണങ്ങിയില്ലെങ്കിലോ? അതൊരു പ്രോസസ്സാണ് മാം. ഒരു നിമിഷം കൊണ്ടൊന്നും ആർക്കും ഒന്നും ഉണക്കാൻ പറ്റില്ല. അപ്പോ പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതം, ബാക്കിയുള്ള ജീവിതം നമ്മൾ അങ്ങനെങ്കിലും അവരെ മുന്നിലേക്ക് കൊണ്ടുപോകണ്ടേ. നമുക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ലൈഫ്, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് എങ്ങനെയെങ്കിലും മോട്ടിവേറ്റ് ആയിട്ട് അവരെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഒരു ചെറിയൊരു വെളിച്ചം, ഒരു മിന്നാമിനുങ്ങിന്റെ വെട്ടം കൊടുക്കാൻ കഴിഞ്ഞു, അതൊരു ഭാഗ്യം. അങ്ങനെയാണ് കരുതുന്നത്. താങ്ക് യു. സാധാരണ നമ്മൾ എന്തെല്ലാം പ്രോസസ്സ് ഒക്കെ ചെയ്തിരുന്നാലും ആക്ച്വൽ ഹീലിംഗ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൗൺസിലിംഗ് ചെയ്യുന്നവരും എന്ത് തരത്തിലുള്ള ടെക്നിക്സ് തെറാപ്പി ചെയ്യുന്നവരും എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണ് സംഭവം നടക്കുന്നതെന്നാണ് സാധാരണ വിചാരിക്കുന്നത്. പക്ഷേ ഇത്രയും കാലം കൊണ്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോയിരുന്നാലും എപ്പോഴും അത് ഹീലാവാനായിട്ടുള്ള ഒരു സമയം ഉണ്ട്. അത് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. അതെ,
പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു കാറ്റലിസ്റ്റ് ആവാൻ പറ്റും. അതായത് ആ ഒരു പ്രോസസ്സിനെ ഒരു എക്സാക്ട്ലി. നേരായ വഴിക്ക് നയിക്കാൻ അത് പറ്റും. മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ചോദിച്ച ചോദ്യത്തില് ഹീലിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഹീൽ ചെയ്തില്ലെങ്കിലോ എന്നുള്ളതിന് ഒരു ചോദ്യം ഇല്ല അതിൻ്റെ അത്. ഒരിക്കലും നമ്മളല്ല ഹീലർ. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. The result will come automatically. The time will heal. അതെ അതെ. Everything time will heal. പക്ഷെ നമ്മള് ഇതിൽ എന്താ വ്യത്യാസം? നമ്മൾ ചെയ്യേണ്ടതായിട്ട് പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ ഹീലിംഗ് വിൽ ബി ഫാസ്റ്റർ. Yes. Yes. You maybe said it. ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കണുണ്ടോ? ചോദ്യങ്ങളുണ്ടോ? സൈജു? We can go to Thanksgiving, next item. ആരാണ്? സാറേ, നമ്മുടെ ജോസഫ് സാർ എത്തിയിട്ടില്ല. സാറിന് ഒന്ന് പറയാവോ? അല്ല, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോന്ന് ചോദിക്കായിരുന്നു. ഇല്ല. ഇല്ല. ശ്രീജ PPT. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് ജോസഫ് സാർ തിരിച്ചെത്താനായിട്ട് എല്ലാവരും ഈ ബുധനാഴ്ച ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളുള്ള ഒരു ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനാൽ ഭാരവാഹികളെല്ലാം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഇന്ന് ഇത്രയും രസകരമായിട്ട് ഈ മനുഷ്യബന്ധങ്ങളെ കുറിച്ച് ഈ ജാപ്പനീസ് രീതിയിലുള്ള ഈ കിൻസുയി വെച്ചിട്ട് നമ്മളെ പഠിപ്പിച്ച ശ്രീജ വിജയന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗരമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാഡം ത്തിന്റെ ഫോൺ നമ്പറും കോണ്ടാക്ട് ഡീറ്റെയിൽസും ലാസ്റ്റ് സ്ലൈഡിൽ ഇട്ടിരുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാനായിട്ട് നിങ്ങളെല്ലാം കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് MC ആയിരുന്ന ശ്രീജയ്ക്കും ജോൺ ബേബി സാറിന്, ഞങ്ങളുടെ സെക്രട്ടറി സൈജു എന്നിവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. വീണ്ടും ഓരോ വ്യക്തികളെയും ഓരോരുത്തർക്കായിട്ട് തന്നെ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഉറവിന്റെ ഇതിൽ എല്ലാവരും വരണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടി ഇത് നിർത്തുന്നു. താങ്ക് യു. Thank you for that.